നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി, ന്യൂസിലൻഡിൽ നിന്നാണ്. ഇന്ന് ഞാൻ പറയുന്നത് ന്യൂസിലൻഡിലെ നേഴ്സസിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് കേട്ടോ. ന്യൂസിലൻഡിലെ നേഴ്സസ് വീണ്ടും സ്ട്രൈക്കിന് പോവുകയാണ്. നമ്മൾ 2-ാം തീയതി, അതായത് ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ വൈകുന്നേരം, അതായത് രാത്രി 11 മണി വരെ 2 ഷിഫ്റ്റിനെയാണ് നേഴ്സസ്, നമ്മളിവിടെ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകളുടെ 2 ഷിഫ്റ്റിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ 4-ാം തീയതിയും 7 മണി മുതൽ 11 മണി വരെ, രാവിലെ 7 മുതൽ വൈകുന്നേരം 11 മണി വരെയാണ് ഈ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സ്ട്രൈക്ക് ആരെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ കൂടുതലായിട്ടും അഫക്റ്റ് ആകുന്നത് പേഷ്യൻസിനെ തന്നെയാണല്ലോ അഫക്റ്റ് ആകുന്നത്. പേഷ്യൻസാണ് നമ്മുടെ ക്ലയൻസ്. അപ്പം പേഷ്യൻസിനെ തന്നെയാണ് അഫക്റ്റ് ആകുന്നത്. പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളല്ല, എല്ലാ വാർഡുകളിലും ഹോസ്പിറ്റലുകളിലും എമർജൻസി കാര്യങ്ങൾ കാണും. അതുപോലെ ലൈഫ് പ്രിസർവിങ് സർവീസ് എന്ന് പറഞ്ഞ് കുറേ നേഴ്സുമാർ തന്നെ ലൈഫ് പ്രിസർവിങ് സർവീസിലുണ്ട്. അതുപോലെ തന്നെ പലരും വോളണ്ടിയറായിട്ട് ലൈഫ് പ്രിസർവിങ് സർവീസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സ്ട്രൈക്കിന് ദിവസം തന്നെ നടക്കും. എന്നാൽ ഇലക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം അധികം നടക്കാതിരിക്കുന്നത്. ഇലക്റ്റീവായിട്ടുള്ള സർജറികളും കാര്യങ്ങളും എല്ലാം ക്യാൻസലായിട്ടിരിക്കുകയാണ്. 2-ാം തീയതി, 4-ാം തീയതി എന്ന് പറയുമ്പം 1-ാം തീയതിയിലും വളരെ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. 2-ാം തീയതിയിൽ സ്റ്റാഫിങ് കുറവായതുകൊണ്ട്. അപ്പോൾ 2-ാം തീയതിയിൽ ഒന്നും നടക്കത്തില്ല. 3-ാം തീയതിയിലും ഇതുപോലെ തന്നെ മേജറായിട്ടുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. 4-ാം തീയതിയിലും സ്ട്രൈക്കാണ്. അതുകൊണ്ട് 4-ാം തീയതിയിൽ ഒരു കാര്യവും നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ 4 ദിവസവും ആണ് നമുക്ക് അഫക്റ്റ് ആവുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഗവൺമെൻറ് ശ്രദ്ധിക്കും, നമുക്ക് എന്തെങ്കിലും നല്ലൊരു ഇമ്പാക്റ്റ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാണ് അടുത്തതായിട്ട് തരാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ഗവൺമെൻറ് തന്ന നെഗോഷിയേഷനിൽ വെച്ച കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെയാണ് സ്ട്രൈക്കിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കിട്ടിയില്ലെങ്കിൽ ഇനി നമ്മൾ ഇത് ചെയ്തത് വേസ്റ്റായി പോകുമെന്ന് അറിയത്തില്ല, അല്ലേ? അപ്പം ഗവൺമെൻറ്റിൻ്റെ പൈസ ഇല്ല എന്നുള്ളതാണ് ഇപ്പം പറയുന്ന കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെ കുറവായതുകൊണ്ടാണ് ഇതുപോലെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തരാത്ത, സാലറിക്ക് ഒരു ഇൻക്രിമെൻറ്റ് തരാത്തതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ടീച്ചേഴ്സും സ്ട്രൈക്കിലേക്ക് പോയിരുന്നു. എന്നാൽ ഇപ്പം ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം പറഞ്ഞിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റുകളിലെ വില കുറയ്ക്കുവാൻ വേണ്ടി പുതിയ സൂപ്പർ മാർക്കറ്റുകൾക്കൊക്കെ അനുമതി കൊടുക്കുന്ന എളുപ്പമാക്കി മാറ്റിയിരിക്കുകയാണെന്നുള്ളതാണ്. എന്നാൽ അതിപ്പം ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമെന്ന് നമുക്കറിയാമല്ലോ, ഒരു വർഷം എങ്കിലും മിനിമം എടുക്കും ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ നടക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ജീവിത ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടി മേജറായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജീവിത ചെലവുകളുടെ വർധനയ്ക്ക് അനുസരിച്ച് നമുക്ക് നഴ്സസിൻ്റെ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒന്നും സാലറികൾ ഇൻക്രിമെൻറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഈ ടീച്ചേഴ്സും നഴ്സസും ഒക്കെ സ്ട്രൈക്കിന് പോയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു കാര്യം നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം പബ്ലിക്കായിട്ടുള്ളവരോട് പറയാനുള്ളതെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. ഇപ്പം പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് സ്ട്രൈക്കിന് വേണ്ടി ആളുകൾ നിൽക്കുന്നത് കാണാം. അപ്പം നിങ്ങൾ ആ വഴിയിൽ കൂടെ പോകണമെന്ന് വൈവ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് കാണിക്കുക. അതൊക്കെയാണ് നമുക്ക് പബ്ലിക്കായിട്ടുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നേഴ്സുമാർ സ്ട്രൈക്കിന് പോകുന്ന സമയത്ത് നിങ്ങളെ അഫക്റ്റ് ആകും, അതായത് പബ്ലിക്കിന് അഫക്റ്റ് ആകും, പബ്ലിക് പേഷ്യൻസ് ആയിട്ടുള്ളവരെ സ്പെഷ്യലായിട്ട് അഫക്റ്റ് ആകും. അപ്പം അത് ഒരു എന്നാ പറയുന്നത്, അപ്പോൾ പബ്ലിക്കായിട്ടുള്ളവർക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞെങ്കിൽ ഇതുപോലെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒന്ന് ഹോങ്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കാണിക്കുക. നേഴ്സസ് ഓർഗനൈസേഷൻ നടക്കുന്ന ഈ കാര്യത്തിൽ ഒരു സപ്പോർട്ട് കാണിക്കുക. ഇത്രയും വളരെ കഷ്ടപ്പെട്ടാണ് 2 ദിവസം എന്ന് വെച്ചെങ്കിൽ 2 ദിവസത്തെ സാലറിയും നമുക്ക് അറിയാമല്ലോ. സ്ട്രൈക്കിന് പോകുകയെന്ന് പറഞ്ഞെങ്കിൽ സാലറി ഇല്ലാതെയാണ് സ്ട്രൈക്കിന് പോകുന്നത്. അപ്പോൾ 2 ദിവസത്തെ സാലറിയും നമുക്ക് കട്ടാവുകയാണ്, നേഴ്സുമാർക്ക് കട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സപ്പോർട്ട് കാണിക്കുക എന്നുള്ളത് താല്പര്യമുള്ളവർ ഒരു സപ്പോർട്ട് കാണിക്കുക, അത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. ബൈ.